ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ ഉണ്ടായ കുപ്രസിദ്ധമായ രക്ഷാപ്രവർത്തനത്തിൽ നടപടി ഉടനെന്ന് പറയുന്നു നിയുക്ത MLA AD തോമസ്. കോൺഗ്രസ് മുഖ്യമന്ത്രി ചുമതലയേറ്റാൽ ഉടൻ നടപടിയുണ്ടാകും. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചവർക്ക് ഉടനെ അത് മനസ്സിലാകും. പിണറായി വിജയന്റെ കാലത്തെ റിപ്പോർട്ടുകൾക്ക് പ്രസക്തിയില്ല. എന്താണ് നടന്നതെന്ന് ക്രൈംബ്രാഞ്ച് പറയേണ്ടി വരുമെന്നും AD തോമസ് ബിഗ് ടിവിയോട് പറഞ്ഞു. ആലപ്പുഴ MLA AD തോമസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. രക്ഷാപ്രവർത്തനത്തിൽ വലിയ രീതിയിൽ പരിക്കുപറ്റിയ ആളായിരുന്നു AD തോമസ് മുൻ സർക്കാരിൻ്റെ കാലത്ത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുകയാണ്. തോമസിൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ആ വിഷയം വളരെ സജീവമായി നിൽക്കുകയാണ്. ഏത് രീതിയിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? പ്രത്യേകിച്ച് മുൻ സർക്കാർ ഇതിലൊരു തെറ്റില്ല, ഒരു കേസില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യം. ഒരിക്കലുമില്ലേ, എല്ലാ കാലത്തും ഭരിക്കുന്ന ഒരു സംവിധാനത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം പലപ്പോഴും പോലീസിനുണ്ടായിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷേ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ചില ആളുകൾ, അത് സർവീസിൽ ചില ആളുകളുണ്ട്. അവരെ ജനാധിപത്യപരമായി തന്നെ അല്ലെങ്കിൽ നിയമപരമായി അവരെ നേരിടും എന്നുള്ളതാണ് പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ ഒരു നിലപാട്. ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ എന്തായിരിക്കും ചെയ്യുക? പ്രത്യേകിച്ച് മന്ത്രിസഭാ രൂപീകരണമൊന്നും ആയിട്ടില്ലല്ലോ, എന്തായിരിക്കും ചെയ്യുക? ഈ വിഷയത്തിൽ നമ്മൾ അടിയന്തരമായി മുഖ്യമന്ത്രി ചുമതല ഏറ്റെടുത്തതിന് ശേഷം പരാതി നൽകും. പരാതി നൽകിയതിന് ശേഷം നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുൻ സർക്കാരിൻ്റെ കാലത്ത് ഒരു കുറ്റവുമില്ല, അവർ കുറ്റവിമുക്തരാണ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് കൊടുത്തിരുന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ? അല്ലെ, സ്വാഭാവികമായും അന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്തത് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ആഭ്യന്തര വകുപ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇനി വരുന്നത് കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്, UDF ഭരണ സംവിധാനമാണ്. അവിടെ അങ്ങനെയുള്ള റിപ്പോർട്ടുകൾക്കൊന്നും പ്രസക്തിയില്ല. എന്താണ് സംഭവിച്ചത്, എന്താണ് യാഥാർത്ഥ്യം, അതനുസരിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കാൻ ക്രൈംബ്രാഞ്ചും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തയ്യാറാവേണ്ടി വരും. തീർച്ചയായും ഏതായാലും വ്യക്തിപരമായ ഒരു പ്രശ്നമായിട്ടല്ല, അത് കേരളത്തിലെ UDF പ്രവർത്തകർക്ക്, യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും UDFൻ്റെയും പ്രവർത്തകർക്കുണ്ടായ പോലീസ് അതിക്രമങ്ങളിൽ UDF സർക്കാർ വരുന്നതോടുകൂടി മുൻ സർക്കാർ നിശ്ചയിച്ച അല്ലെങ്കിൽ തീരുമാനിച്ച പോലെ ആകില്ല കാര്യങ്ങളെന്ന് ഉറപ്പു പറയുകയാണ് ആലപ്പുഴയിലെ നിയുക്ത MLA AD തോമസ്.